ഈ ഡോംസിൻ്റെ ഡവ് വെച്ചിട്ട് നമുക്ക് ഒരു ഡിസൈൻ ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ചെറിയ ക്രിയേറ്റീവ് ഡിസൈൻ. ഈ ഡോംസിൻ്റെ റിവ്യൂ ഞാനിതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവർക്ക് അത് കാണാവുന്നതാണ്. ഈ ഡിസൈൻ ഞാനിന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഒരു കിളിക്കൂടും ഒരു കിളിയെയാണ്. ഒരു കിളിയും ഒരു കിളിക്കൂടും കുറച്ച് മുട്ടയും. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിത് പറഞ്ഞുതരാം. അതിനകത്ത് ബ്രൗൺ നിറത്തിലുള്ള ഡവ് വേണം, യെല്ലോ നിറത്തിലുള്ള ഡവ് വേണം, ഗ്രീൻ നിറത്തിലുള്ള ഡവ് വേണം, ഓറഞ്ച് നിറത്തിലുള്ള ഡവ് വേണം. ഈ 2 ടൂൾസും വേണം. ഇത്രയും ഈ മോഡൽ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത്. നമുക്കിത് വെച്ച് കിളിക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? കിളിയെയും കിളിക്കൂടും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ എടുക്കുന്നത് ഈ ബ്രൗൺ നിറത്തിലുള്ള ഡവ് ആണ്. ഇത് നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കാനായിട്ടാണ് എടുക്കുന്നത്. നമുക്കിത് ഓപ്പൺ ആക്കാം. ഇത് മാക്സിമം നീളത്തിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ 2 കൈ ഉപയോഗിച്ച് നീളത്തിലാക്കിയെടുക്കുക. നമ്മളിതിനെ നീളത്തിലാക്കിയെടുക്കണം. മാക്സിമം എത്രത്തോളം നീളത്തിലാക്കാവോ, ഇത് പൊട്ടിപ്പോകാതെ ഇതൊക്കെ നീളത്തിലാക്കിയെടുക്കണം. പൊട്ടിപ്പോകാതെ നോക്കണം. ഓക്കെ, അത്യാവശ്യം നീളത്തിൽ നമ്മളിത് ആക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, മാക്സിമം നീളത്തിൽ നമ്മൾ ഇതിനെ നീളത്തിൽ ആക്കിയതിന് ശേഷം ഇതിനെ 2ആയി ഇങ്ങനെ വെക്കുക. 2 ഈക്വൽ പോർഷനായിട്ട് ഇങ്ങനെ വെക്കുക. അതിന് ശേഷം ഈ മൂലയിൽ പിടിച്ചിട്ട് നമ്മളിതിനെ ഈ രീതിയിൽ സ്പിൻ ചെയ്യണം. കേട്ടോ, മനസ്സിലായോ? ഇനി ചെയ്യേണ്ടത് നമ്മളിതിനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇതിനെ പതുക്കെ ഇങ്ങനെ. ഇനിയും നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഒരു ചെറിയ കുഴി പോലെ, അതായത് കിളിക്കൂടിൻ്റെ ഉൾവശം ശരിയാക്കുന്ന രീതിയിൽ ഇതിനാക്കിയെടുക്കുക. സോ ഇപ്പോൾ നമുക്കൊരു നല്ലൊരു കിളിക്കൂടിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടില്ലേ? കമ്പ് വെച്ച് കിളി ഉണ്ടാക്കുന്ന ഒരു കിളിക്കൂട്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ കിളിക്കൂടി വെക്കാനായിട്ട് കിളിയുടെ മുട്ടയാണ്. ഇതിന് നമുക്ക് എല്ലാ നിറത്തിലായിട്ടുള്ള ഡവ് എടുക്കാം. ഇനി ജസ്റ്റ് കയ്യിലിട്ട് ഒന്ന് ബോളാക്കുക. മുട്ടയുടെ ഷേപ്പിലിട്ട് നമ്മളിതിനെ കുറച്ച് മാറ്റിയെടുക്കുക. നമ്മളിങ്ങനെ കയ്യിലിട്ട് ഉരുട്ടിയതിന് ശേഷം ജസ്റ്റ് ചെറിയൊരു പ്രസ് കൊടുത്ത് ഇത് നമുക്ക് ഷേപ്പിലോട്ട് മാറ്റാം. പിന്നെ 3 മുട്ടകൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിളിയെയാണ്. കിളിയെ നമ്മളിവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു തത്തയാണ്. നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനാണ് നമുക്ക് ആവശ്യമുള്ളത് പച്ച നിറത്തിലുള്ള ഡവാണ്. 3 ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ കൈയുടെ ഈ 2 വിരൽ ഉപയോഗിച്ച് ഇതിന് മുകളിലോട്ട് ഈ വശം കുറച്ച് വളച്ച് ഷേപ്പാക്കുക. ഏകദേശം ഈ ഒരു ഷേപ്പിലോട്ട് നമ്മൾ ആദ്യത്തെ ഡിസൈൻ ആക്കി വെക്കുക. ഇനി നമ്മൾ കിളിയുടെ തലയുടെ ഭാഗമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ചെറിയ ബോൾ ടൈപ്പിൽ കുറച്ചെടുക്കുക. എന്നിട്ട് കയ്യിലിട്ട് ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഇവിടെ ഒട്ടിക്കണം. നമുക്കിത് ഒട്ടിക്കാൻ ഈസി എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം നമ്മുടെ കയ്യിൽ തൊട്ടതിന് ശേഷം ഇവിടെ തൊട്ട് കൊടുക്കുക. ഒട്ടിക്കേണ്ട ഭാഗം തൊട്ട് കൊടുക്കുക. പക്ഷിയുടെ തലയോടലായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിറകുകൾ വേണം, കണ്ണ് വേണം, ഇതിൻ്റെ ചുണ്ട് വേണം. ഇനി കിളിയുടെ ചുണ്ടിൻ്റെ പോർഷൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഓറഞ്ച് നിറത്തിലുള്ള ഡവാണ്. ചെറിയൊരു പീസ് എടുക്കുക.
ഇത് നമ്മൾ ചുണ്ടിൻ്റെ ഷേപ്പൊക്കെ കണ്ടോ. ഈ ഷേപ്പിലോട്ട് നമ്മൾ ചുണ്ടുണ്ടാക്കിയെടുക്കുകയാണ്. കണ്ടോ. ഇനി ഈ ചുണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചെയ്യും. അതിൻ്റെ ചുണ്ടും ബോഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിന് ചിറകുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിറകുകൾ ഉണ്ടാക്കേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്നത് ഡവാണ്. ഇതിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ച് പരത്തി അതിൻ്റെ ഷേപ്പൊക്കെ എടുക്കുക. റോളർ ഉപയോഗിച്ച് ഇതിനെ നീളത്തിൽ നമ്മൾ പരത്തിയെടുക്കും. ഓക്കെ, ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് 2 ചിറകുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഷേപ്പിൽ നമ്മൾ അതിൻ്റെ ചിറകുകൾ കട്ട് ചെയ്ത് അങ്ങനെ അതുപോലൊരു രണ്ടാമത്തെ പോർഷനാണ് നമ്മൾ ഈ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. 2 ചിറക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഈ 2 ചിറകും നമ്മൾ ഇതിലോട്ട് ടച്ച് ചെയ്യുന്നു. കണ്ണുകൾ ഉണ്ടാക്കാൻ നമ്മളൊരു ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് എടുക്കുന്നത്. വളരെ ചെറിയ 2 പീസ് കണ്ണുകൾ ഉണ്ടാക്കിയിട്ട് കണ്ണ് വെച്ച് കൊടുക്കുക. ഇവിടെയും കണ്ണ് വെച്ച് കൊടുക്കുക. ഓക്കെ, കിളിയുടെ തലയിൽ ഒരു പൂ പോലെ കൊടുക്കാനായിട്ടൊരു ചെറിയ ഗ്രീനിൻ്റെ പോർഷൻ എടുത്തിട്ട് ഈ ടൂൾ വെച്ച് ഞെക്കി ഒരു അവിടെ ഷേപ്പ് ആക്കി എടുക്കുക. ഈ മോഡൽ ഷേപ്പ് ഇത് നമുക്ക് കിളിയുടെ തലഭാഗത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയില്ലേ. അപ്പം കിളിയുടെ പോർഷൻ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി ഈ 3 പോർഷനുകൾ നമ്മൾ ഈ കിളിക്കൂടിലോട്ട് വെക്കുകയാണ്. ഓക്കെ, ഇനി ഈ ഐറ്റം എല്ലാം നമ്മൾ കിളിക്കൂടിനകത്തോട്ട് സെറ്റ് ചെയ്യണം. കിളിക്കൂട് ആദ്യമേ എടുക്കുക. ഇതിനകത്ത് നമ്മളുണ്ടാക്കിയ കിളിയെ സെറ്റ് ചെയ്യുക. കിളിയുടെ ഫ്രണ്ടിൽ മുട്ടകൾ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. നമ്മുടെ കിളിക്കൂടും മുട്ടയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ കുട്ടികൾക്ക് ചെയ്യുന്നത് അവരുടെ മെൻ്റൽ എബിലിറ്റി കൂട്ടുവാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. ഈ ആക്ടിവിറ്റി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പേജ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.